ചേർത്ത് മറ്റെങ്ങുമില്ലാത്ത ചൂണ്ട ഷോപ്പുകളിൽ വ്യത്യസ്തമായി ഇവിടെ എന്തോ ഒരു ഓഫർ ഉണ്ട്. അതെന്താണ്? ഉണ്ട്. നമ്മളാണെങ്കിൽ നിലവില് ഇന്ത്യയിൽ ഒരു ഷോപ്പുകാർക്കും അവകാശപ്പെടാനില്ലാത്തൊരു ഓഫർ, ഒന്നല്ല 2 ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമസ്കാരം. സ്മാർട്ട് പെൻ സഫാരിയിലെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് എത്തി നിൽക്കുന്നത് മറ്റെങ്ങുമല്ല, പന്തളം മാവലിക്കർ റൂട്ടിലുള്ള അച്ചുവിസ് ടാക്കിൾസ് ആൻഡ് ഹെൽമെറ്റ് എന്ന ഷോപ്പിന് മുന്നിലാണ്. ഇവിടെ ഒരു പ്രത്യേകതയും കൂടെ ഇന്ന് ഈ ഷോപ്പിലുണ്ട്. ചൂണ്ടയിട്ട് നടക്കുന്ന പ്രിയ സുഹൃത്തുക്കൾക്കും ഒരു ഏറ്റവും സന്തോഷം തരുന്ന ഒരു ബിസിനസ് രീതിയും കൂടെ ഈ കടയിലുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിന്ന് ഈ ഷോപ്പിലേക്ക് എത്തിയതും ആ ഷോപ്പിൻ്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇന്നത്തെ നമ്മുടെ പ്രേക്ഷകർക്കുള്ള വീഡിയോ ഈ ഷോപ്പിൽ നിന്നായിക്കോട്ടെ. ഹായ്, നമസ്കാരം. നമസ്കാരം. എങ്ങനെയായിരുന്നു പേര്? പേര് ശരത്ത്. ശരത്ത്. അപ്പോൾ ശരത്തിന്റെ ഷോപ്പും അതിൽ നടക്കുന്ന ബിസിനസ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് സ്മാർട്ട് പെൻ സഫാരി എത്തിയിരിക്കുന്നത്. ഓക്കെ, ശരത്ത്, ഇപ്പം ഈ ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര കാലമായി? ഷോപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 വർഷമായി. പക്ഷെ ഇങ്ങോട്ട് ലൊക്കേറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു 4 മാസം വന്നേ. 4 മാസമായി. ബിസിനസ് അടിപൊളിയായിട്ട് പോകുന്നു. ആ, ബിസിനസ് കുഴപ്പമില്ല. ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഒരു സംഭവം ഇതാണ്. സെയില് നമുക്ക് റോഡും റീലും ആണ് കൂടുതലായിട്ട് നടക്കുന്നത്. റോഡും റീലും. ഫിഷിംഗിന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോകുന്നത് ഐറ്റം എന്ന് പറയുന്ന റോഡാണ്. ഇപ്പം മോസ്റ്റ് മോഡേൺ എക്യുപ്മെന്റ്സ് ആണ്. ഇപ്പൊ എല്ലാവർക്കും ട്രെൻഡ് ആണിത്. പിന്നെ നമുക്ക് ബിസിനസ് നടക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സർവീസും കൂടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാർ നമ്മുടെ അടുത്തോട്ട് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ഇവിടെ സെയിലായി പോകാൻ സാധ്യതയുള്ള റോഡ് ഏതായിരിക്കും? സെയിലായി പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഇവിടുത്തെ നമ്മൾ മാർക്കറ്റ് അനുസരിച്ചാണ് സാധനങ്ങൾ ഇറക്കി വെക്കുന്നത്. അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ കൂടുതൽ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ഒരു ലോ ബഡ്ജറ്റ്, ഒരു ബിലോ 3000-4000 വരുന്ന ബഡ്ജറ്റിലുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ കൂടുതലെടുത്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹൈൻ്റെ മുകളിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഓർഡർ പ്രകാരമാണ് ചെയ്യുന്നത്. ഇപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഡൈവ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ റോഡുകളാണ്. അതൊക്കെ ഒരു 1850 രൂപ ബഡ്ജറ്റ് വരുന്ന ഒരു റോഡുകളാണ്. നല്ല ക്വാളിറ്റിയുള്ള ജപ്പനീസ് മെയ്ഡ് റോഡുകളാണ്. അപ്പം ഇതേപോലൊക്കെയുള്ള കോമ്പോസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 3 രൂപ, 4 രൂപ, 5 രൂപയ്ക്കൊക്കെ നല്ല പ്രീമിയം സെറ്റ്. പ്രീമിയം എന്ന് പറഞ്ഞാൽ ആ ഒരു ബഡ്ജറ്റിൽ പറ്റുന്ന നല്ല സെറ്റുകൾ. പിന്നെ നല്ല നല്ല എക്യുപ്മെന്റ്സ് ഒക്കെ വരുമ്പോൾ നല്ല റേറ്റ് വരും. അതിന്റെ ഡ്യൂറബിലിറ്റി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഈ പുഴയിലും കടലിലും ഇടുന്ന റോഡുകൾക്ക് വ്യത്യാസമില്ലേ? പുഴയിലും കടലിലും ഇടുന്ന റോഡുകൾക്ക് വ്യത്യാസമുണ്ട്. കടലിൽ തന്നെ നമുക്ക് പല ടൈപ്പ് ഗെയിമിംഗ് ഉണ്ട്. ഇപ്പം നമുക്ക് ബൈറ്റ് അടിച്ചിട്ടുള്ള ഇതുണ്ട്, ത്രെൻഡ് പിടിക്കുന്നതിന് ഒരു സെറ്റാണ്. ഇപ്പോൾ വാൾമീന് അല്ലെന്നുണ്ടെങ്കിൽ ഈ വറ്റയ്ക്കൊക്കെ അടിക്കുന്നതിന് വേറെ സെറ്റാണ്, ജിഗ്ഗി എന്നതിന് ഒരു സെറ്റാണ്. അങ്ങനെ പല ടൈപ്പ് ഐറ്റംസ് ഉണ്ട്. അപ്പം അതിപ്പോൾ നമ്മുടെ ഇപ്പം നിൽക്കുന്ന ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്ന കടലിനടുത്തല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് കൂടുതലായിട്ട് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റില്ല. നമുക്ക് പുഴ തന്നെ ഒരു പാർട്ടിക്ക് ഇപ്പൊ ഇവിടെ ആവശ്യമാണെന്ന് കണ്ടെങ്കിൽ നമ്മളെ എടുത്തു കൊടുക്കാം. നമുക്കിപ്പം വേണ്ട ഒരു കസ്റ്റമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് സാധനം വേണമെങ്കിലും എടുത്തു കൊടുക്കാം. നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് എടുത്തു കൊടുക്കാം. അച്ചുവിസിൽ നമുക്ക് സാധ്യമാണ്. അപ്പൊ ഇനി നമ്മുടെ പിന്നിലായി കാണുന്നത് ഒരു റീലിന്റെ നല്ലൊരു ശേഖരം തന്നെയാണ്. അപ്പൊ അത് കുറച്ച് റീൽസ് കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ചേർത്ത് മറ്റെങ്ങുമില്ലാത്ത ചൂണ്ട ഷോപ്പുകളിൽ വ്യത്യസ്തമായി ഇവിടെ എന്തോ ഒരു ഓഫർ ഉണ്ട്. അതെന്താണ്? ഉണ്ട്. നമ്മളാണെങ്കിൽ നിലവില് ഇന്ത്യയിൽ ഒരു ഷോപ്പുകാർക്കും അവകാശപ്പെടാനില്ലാത്തൊരു ഓഫർ, ഒന്നല്ല 2 ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുന്ന ഏത് റോഡും റീലും 6 മാസം സർവീസ് വാറണ്ടി ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നിലവിൽ അതൊരു ഷോപ്പുകാരും ചെയ്യുന്നില്ല. നമ്മളാണ് ആദ്യമായിട്ട് ഇപ്പം ഇന്ത്യയിൽ തന്നെ എന്ന് വേണമെങ്കിൽ എനിക്ക് അവകാശപ്പെടാം. കാരണം നമ്മുടെ ഷോപ്പിൽ സർവീസ് ഉണ്ട്, നല്ല രീതിയിൽ സർവീസ് ഉണ്ട്. എല്ലാ മോഡൽ റീലും ഈ പറഞ്ഞ കുറഞ്ഞ റീലാണേലും പ്രീമിയം റീലാണേലും എല്ലാം നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്കിത് എന്തുകൊണ്ട് ഇതിനൊരു വാറണ്ടി ഇട്ട് കൊടുത്താലോ എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് നമ്മൾ ചെയ്തത്. അപ്പം വാറണ്ടി ഉണ്ട് ഏതെടുത്താലും. നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏത് സാധനത്തിന് നമ്മൾ വാറണ്ടി കൊടുക്കും. ഏത് സാധനം പറഞ്ഞാൽ റോഡിനും റീലിനും 6 മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് വരുന്ന ഓഫർ, ഇപ്പോൾ ഈ റോഡും റീലും വാങ്ങിക്കാൻ വരുന്ന ഒരു കസ്റ്റമറിന് അവരുടെ കയ്യിലിരിക്കുന്ന സ്ക്രാപ്പ് ഐറ്റംസ് എന്ന് വെച്ചാൽ ഇതേപോലുള്ള റോഡ് റീൽ ഐറ്റംസ് നശിച്ചു പോയി ഒരു യൂസും ഇല്ലാതിരിക്കുന്ന ആക്രി സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ അത് നമ്മൾ സ്ക്രാപ്പ് അക്സെപ്റ്റ് ചെയ്യും. സ്ക്രാപ്പിൻ്റെ റേറ്റിൽ അക്സെപ്റ്റ് ചെയ്ത് അത് നമ്മൾ ഈ പറയുന്ന റോഡും റീലും വാങ്ങിക്കുന്ന ആ റേറ്റിൽ നിന്ന് കുറച്ച് കൊടുക്കും. അതാണ് നമ്മൾ ചെയ്ത രണ്ടാമത്തെ ഓഫർ. അങ്ങനെ 2 ഓഫർ നിലവിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ 2 ഓഫറും കേരളത്തിലോ ഇന്ത്യയിലോ ഓരോ ഷോപ്പുകാരും ചെയ്യുന്നില്ലെന്നുള്ളത് എനിക്ക് ഏകദേശം ഒരു വിശ്വാസമുണ്ട്. വേറെ ഒരു ഷോപ്പുകാരും ചെയ്യുന്നില്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകതയാണ് ഇവിടെ സർവീസും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു റീലിന്റെ സർവീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലത്ത് എങ്ങനെയാണ് ഇതിന്റെ റീലിന്റെ വർക്കുകൾ, സർവീസ് എങ്ങനെയുണ്ട്? ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടോ? സർവീസ് ഇതെല്ലാം നമുക്ക് കൊറിയർ വരുന്നതാണ്. ഓൾ ഇന്ത്യ ഐറ്റംസ് കൊറിയർ വരുന്നുണ്ട്. കൊറിയർ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ.
നമ്മളപ്പോൾ അതിനനുസരിച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് തിരിച്ച് ഇതേപോലെ കയറ്റി കൊറിയർ വിടും. അത് ഈ ഷോപ്പിന്റെ ഒരു വലിയൊരു പ്രത്യേകത തന്നെയാണ് സാർ. അത് നല്ലൊരു പ്രത്യേകത. കാരണം നിലവിൽ ഈ പറയുന്ന കേരളത്തിൽ തന്നെ വിരലെണ്ണാവുന്ന ഷോപ്പുകാരെ സർവീസും ചെയ്യുന്നുള്ളൂ. നമുക്കാണെങ്കിൽ ഇവിടെ സെയിൽസും ഉണ്ട്, സർവീസും ഉണ്ട്, കൊറിയറും ഉണ്ട്. ആ ഒരു സ്കീമിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ശരത്തെ, ചൂണ്ടയിടയിൽ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് റീലിന്റെ ഐറ്റം ഒക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? റീലിന്റെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ നിലവിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം റീലിന്റെ കാറ്റഗറി വരുന്ന എഫക്സ് ഷിമാനോയുടെ ഒരു ഷിമാനോ ബ്രാൻഡിന്റെ ഒരു കുറഞ്ഞ മോഡലാണ്. 2265 MRP വരുന്ന റീലാണ്. ഇതിനകത്തൊക്കെ ഡൈവേയുടെ ഒരു മിഷനൊക്കെ വെച്ചിട്ടാണ് പൊതുവെ ആൾക്കാർ ഇതാണ് ഈ ഒരു കോംബോ ഒക്കെ ഒരുപാട് പോകാറുള്ള. എഫക്സും ഡൈവേയും കൂടെ ഉള്ള കോംബോ ഒരുപാട് പോകാറുള്ള. ഇതൊക്കെ എന്ന് പറയുമ്പോൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു 4 രൂപ 5 രൂപ റേഞ്ചൊക്കെ വരത്തുള്ളൂ ഫുൾ സെറ്റ് വരും. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ ട്രെൻഡിങ് പൊതുവെ ബൈക്ക് കാസ്റ്റ് ആണ്. ബൈക്ക് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ എക്യുപ്മെന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ വളരെ ലൈറ്റ് ഗെയിമിംഗ് ആണ്. ലൈറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കും. ഇതിന്റെ ഒരു റോഡൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ ലൈറ്റ് ആണ്, വെയിറ്റ് കുറവാണ്. നമുക്കിത് മീൻ പിടിക്കാനാണെങ്കിലും നമുക്ക് കൊണ്ട് കാസ്റ്റ് ചെയ്യാനാണെങ്കിലും പല ഇതാണ്. പക്ഷേ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറെ ഗെയിമിംഗ് ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കൂടിയ മോഡലുകളാണ്. ഏകദേശം 6 രൂപ റേഞ്ച് വരെ ഒരു മിഷന്റെ മാത്രം വില. അപ്പൊ നമുക്ക് കൂടിയതുകൊണ്ട് കുറഞ്ഞതുകൊണ്ട് എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്. നമുക്കാണെങ്കിൽ വെറും 900 രൂപ മുതൽ ആ മോഡൽ മിഷനുകൾ നമ്മുടെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇപ്പൊ ഇതെന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിന്റെ ഭാഗമാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന സ്റ്റാറ്റസിന്റെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന എക്സ്പെൻസീവ് ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതെല്ലാവർക്കും ഉണ്ട്. അപ്പൊ പിന്നെ സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയ മെഷീനും പിന്നെ റെയിലും നമ്മുടെ ഉണ്ട്, എല്ലാം ഉണ്ട്. സാധാരണക്കാർക്കുള്ളതാണ് കൂടുതലുള്ളത്. ഇപ്പൊ ഈ പറയുന്നൊന്നും ഓവർ റേറ്റഡ് ഐറ്റംസ് അല്ല. അതൊക്കെ ഒരു ബിലോ ആവറേജ് ആണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് 20,000 30,000 ഒക്കെ റേറ്റ് വരും നല്ലൊരു മെഷീൻ ദേലത്ത് വരുമ്പോൾ. അപ്പൊ നമുക്ക് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതൊക്കെ വരുന്നത്. അപ്പൊ ആ 2 സെക്ഷൻ കഴിഞ്ഞാൽ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന അതിന് ഇടുന്ന ബൈറ്റുകളാണ്. അതിന്റെ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടിയുള്ള ഫുഡാണ്. അതെന്ന് പറഞ്ഞാൽ സ്പൈഡർ ഹുക്കയിൽ നമ്മളിത് മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഉണ്ട കെട്ടി ഇട്ട് കഴിയുമ്പോൾ കാർപ്പ് ഫിഷിങ് നമ്മുടെ കട്ടള, രോഹു, മൃഗാല, കുയില് അങ്ങനെയൊക്കെയുള്ള മീനുകളൊക്കെ കിട്ടുന്ന സാധനമാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് കരിമീൻ ഫീഡുണ്ട്. കരിമീൻ ഫീഡാണ്. ഇതിപ്പം AJ ഫിഷിംഗ് ഫുഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കരിമീൻ ഫീഡാണ്. അത് ഇതേപോലെ കരിമീന് നല്ല റിസൾട്ട് ഉള്ള ഒരു ഫുഡാണ്. ഇത് നമുക്ക് എവിടെ നിന്നായിരിക്കും ഇങ്ങോട്ട് വരുന്നത്? ഇത് നമുക്ക് ഓരോ ഹോൾസെയിലർ ഉണ്ട്. ഓരോ ഹോൾസെയിലർമാർ നമുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അവരുടെ നിന്ന് എടുത്ത് വെക്കുക ചെയ്യുന്നത്. ഹോൾസെയിൽ എടുത്ത് വെച്ചാൽ നമ്മൾ ഇത് റിറ്റെയിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാഗിൽ കാണുന്ന ഈ കളക്ഷനുകൾ ഫ്രോഗിന്റെ വലിയൊരു കളക്ഷൻ ഉണ്ട്. പിന്നെ ലൂറിന്റെ ഏതൊക്കെയുണ്ട്? ലൂറിന്റെ കളക്ഷൻ ടോപ്പ് വാട്ടർ. ഇവിടുത്തെ ക്ലൈമറ്റ് ഇവിടുത്തെ വാഹപിടുത്തമാണ് കൂടുതലായിട്ട്. ടോപ്പ് വാട്ടർ ഐറ്റംസ് ആണ് കൂടുതൽ പോകുന്നത്. സ്റ്റോവ് ആണെങ്കിലും ലുക്കാനയുടെ ഇസഡ് സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ പോകുന്നത്. ഇത് സിഗ്വാക്കർ, സിക്സ് ആപ്പർ, ഇസഡ് സ്റ്റിക്ക്, കൊമാഡോ ഇതെന്ന് പറയാൻ മിഡ് വാട്ടർ ലൂറാണ് വരുന്നത്. മിഡ് വാട്ടർ വെള്ളത്തിന്റെ അടിയിൽ കൂടെ വരുന്ന ലൂറുകളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്ന ഒരു സാധനങ്ങളാണ് ഇവിടെ. ലൂറിന്റെ നല്ലൊരു കളക്ഷൻ ഇവിടെ ഉണ്ട്. പിന്നെ താഴേക്ക് വരുമ്പോൾ നൂൽ ഐറ്റംസ് എല്ലാം ബ്രാൻഡ്. ഏത് ബ്രാൻഡിന്റെ ബ്രൈഡ് ഉണ്ടെന്നുള്ളതാണ്. ഉണ്ട്. അത്യാവശ്യം വേണ്ട ഇപ്പോൾ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്കൊരു 300 റുപ്പീസ് തൊട്ട് ഒരു 1,500 ഏകദേശമുള്ള ബ്രൈഡുകളെല്ലാം ഉണ്ട്. പിന്നെ ഓർഡർ പ്രകാരം നിങ്ങൾക്കിപ്പോൾ 6Kയുടെ 7K ഒക്കെ വരുന്ന ഓരോ ഇതുണ്ട്. ഒരു പ്രീമിയം ലൈനുകളുണ്ട്. അതെല്ലാം ഏത് വേണമെങ്കിലും നമുക്ക് എടുത്തു തരാം. നമ്മൾ പിന്നെ അത് എടുത്ത് വെച്ചിട്ട് പോകാത്തൊരു സിറ്റുവേഷൻ ആണേലോ എന്നുള്ളൊരു ഇതുകൊണ്ട് നമ്മൾ എടുത്തു വെക്കാതെ ഏത് വേണമെങ്കിലും നമുക്ക് എടുത്തു തരാൻ പറ്റും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്പൈഡറിൻ്റെ ഡിസ്കുകളാണ്. കാര്യം നമുക്ക് ഇതേപോലുള്ള ഇതെന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ് സ്പൈഡർ വരുന്നതാണ്. നമ്മൾ കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് സ്പൈഡറാണ്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിക്വിഡാണ്. നമ്മുടെ ചൈനക്കാരന്മാർ വെള്ളത്തിനകത്ത് ഒഴിക്കുമ്പോൾ മീൻ വന്ന് തിന്നുന്ന ഒരു ലിക്വിഡ് ഉണ്ടല്ലേ, ആ ടൈപ്പുള്ള ഒരു ലിക്വിഡാണ്. ഇതൊക്കെ വെള്ളത്തിൽ ഇടുമ്പം വെള്ളത്തിൽ മീനിന് അത്രത്തോളം അട്രാക്ഷൻ വരും. പിന്നെ അതേപോലെ തന്നെ ഇത് ചൈനീസിൻ്റെ ഒരു ഫീഡാണ്, കൈച്ചൂണ്ടയുടെ ഫീഡാണ്. നമ്മൾ ഇതേപോലെ ചൂണ്ടയ്ക്കകത്ത് കോർത്തിട്ട് കഴിഞ്ഞാൽ മീനെ നമുക്ക് കിട്ടുന്ന ഒരുതരം ഫീഡാണ്. പിന്നെ അതിൻ്റെ സ്പ്രിങ്ങുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർപ്പ് ഫിഷിങ്ങിന് പോപ്പപ്പ് സെറ്റ് ചെയ്തിടാൻ വേണ്ടിയുള്ള ഇതെല്ലാം കാർപ്പ് ഫിഷിങ്ങിന് വേണ്ടിയുള്ളതാണ്. പിന്നെ അതിനുള്ള ബോൾസ് കാര്യങ്ങൾ പല ടൈപ്പുള്ള പോപ്പപ്പുകളുണ്ട്. ഇത് പിന്നെ വാളയടിക്കും, വാഹയടിക്കും, അങ്ങനെയുള്ള പല സ്പൂൺ ലൂറ്. ഇതാണെങ്കിൽ 50 രൂപ തൊട്ട് നമുക്ക് അവൈലബിൾ. 50 രൂപ, 60 രൂപ, 100 രൂപ, 120 രൂപ, 150 രൂപ, അങ്ങനെ പല റേറ്റിനകത്തുള്ള അവൈലബിളാണ്.
പിന്നെ ഇത് മണി രണ്ട് കളറിലുണ്ട് അല്ലേ? 2 കളറിലുണ്ട്, 2 ക്വാളിറ്റിയിലുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇതേപോലെ മീൻ അടിക്കുമ്പം റോഡെ വെച്ച് കഴിഞ്ഞാൽ മീൻ അടിക്കുമ്പോൾ ഇങ്ങനെ കിലുങ്ങും. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മീനിൻ്റെ വായ്ക്കകത്ത് ഹുക്ക് റിമൂവ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിസ്സാര വിലയേ ഉള്ളൂ, 30 രൂപ 40 രൂപയൊക്കെ റേറ്റേ വരുന്നുള്ളൂ. ഹുക്ക് വായിക്കാതിരിക്കുന്ന ഇങ്ങനെ എടുക്കുന്ന ഒരു ചെറിയൊരു ഗാഡ്ജറ്റാണ്. പിന്നെ വരുന്നത് ബാക്കി മണി കാര്യങ്ങൾ, ലോക്ക്, ഈ മേടി വരുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആക്സസറീസാണ്. ലോക്ക്, ഫാസ്റ്റ് ടാച്ച്, സീല്, അങ്ങനെയൊക്കെയുള്ള ആക്സസറീസാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫിഷിങ്ങിന് പോകുന്ന ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവിധ ഐറ്റങ്ങളും പർച്ചേസ് ചെയ്ത് ഇറങ്ങി പോവാം. ഫിഷിംഗ് ആക്സസറീസിന്റെ എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഈ പറയുന്ന മോഡേൺ ആയിട്ട് വരുന്ന എല്ലാ ഐറ്റംസും നമുക്ക് കിട്ടും. പിന്നെ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ അല്ലാത്ത സാധനങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഓർഡർ പ്രകാരം എടുത്തു കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ശരത്ത് ചൂണ്ടയിടുന്നവർക്കും മീൻപിടുത്തം ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോപ്പിൽ വന്നിട്ട് ഇത്രയും നേരം അതിനെപ്പറ്റി വിശദമായി ചൂണ്ടയും മിഷനെ പറ്റിയൊക്കെ പരിചയപ്പെടുത്തി. വളരെയധികം നന്ദി. സ്മാർട്ട് പെൻ സഫാരി നിങ്ങൾക്ക് അറിയുകയാണ്. ഓക്കെ, താങ്ക് യു. നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും. സ്മാർട്ട് പെൻ സഫാരി ഇന്ന് അവതരിപ്പിച്ച ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ചൂണ്ടയിടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു വീഡിയോ പ്രയോജനകരമാകും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടാം. അതുവരേക്കും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.